പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ 15ാം നാൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു നമ്മുടെ രാജ്യം. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തെറിഞ്ഞിരിക്കുന്നു. 10 മണിക്ക് ഓപ്പറേഷൻ സിന്ധൂർ സൈന്യം വിശദീകരിക്കും. ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതയും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വിശദാംശങ്ങൾ നൽകാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ചേരുന്നു. ശരത് ലാലും ഡെസ്കിൽ നിന്ന് അശ്വിനിയും ചേരും. ആദ്യം ശരത് ലാലിലേക്കാണ്. ശരത്ത്, അങ്ങനെ ഭീകരവാദികൾക്ക് ഭീകര കേന്ദ്രങ്ങൾ ചുട്ടരിച്ചുകൊണ്ട് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു തിരിച്ചടി ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റിൽ നിന്നും തുടങ്ങാം ശരത്ത്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കാരണം സേതുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും പാക് സൈന്യം പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ 1:42 ഇന്ത്യൻ സൈന്യം സംയുക്തമായി നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് മിസൈൽ വർഷം നടത്തി എന്നതാണ് പാകിസ്ഥാൻ്റെ ഉദ്ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ സ്റ്റേറ്റ് TVയെ ഉദ്ധരിച്ചുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാണ് ആക്രമണം നടത്തിയത് എന്നാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ തന്നെ ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ്. ആദ്യം പാകിസ്ഥാൻ ആർമി 2:10 വ്യക്തമാക്കിയത് 3 കുട്ടികൾ മരണപ്പെട്ടു, 3 സ്ഥലത്ത് ആക്രമണം നടത്തി എന്നതാണ് സേതുലക്ഷ്മി. അതിനുശേഷം 2:50 പാക് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നു, 5 സ്ഥലങ്ങളിൽ 6 പേര് മരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ആർമി വക്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, 6 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു, 35ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, 8 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ആർമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കാണുന്നത്. ഏതായാലും പാകിസ്ഥാനേക്കുള്ള വ്യോമ ഗതാഗതം പൂർണ്ണമായി വിദേശ കമ്പനികൾ അടച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലെ അതിർത്തിയിൽ അതിഭീകരമായ രീതിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചും പീരങ്കികൾ ഉപയോഗിച്ചുമുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ഷെല്ലിംഗ് ആണ് കുപ്വാരയിലും അതേപോലെ രജോരി സെക്ടറിലും പൂഞ്ചിലും നടത്തുന്നത്. ഇന്ത്യ ഇതിന് അതേ രീതിയിൽ തന്നെ കനത്ത തിരിച്ചടി നൽകുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സേതുലക്ഷ്മി, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പറയാനുള്ളത് ഗുജറാത്തിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ആക്രമിച്ചേക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 7 മണി മുതൽ ഗുജറാത്തിലെ 3 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അടച്ചിട്ടിട്ടുണ്ട്. അവിടത്തേക്കുള്ള യാത്രാ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഭുജ്, രാജ്കോട്ട് തുടങ്ങിയ വിമാനത്താവളങ്ങളിലാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് നരേന്ദ്രമോദി സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് പാകിസ്ഥാനുള്ളതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഏതായാലും അവിടെ കനത്ത സുരക്ഷാ ഏർപ്പാടുകളും അതീവ ജാഗ്രതയും സേതുലക്ഷ്മി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാംനഗർ, ഭുജ്, രാജ്ഘട്ട് ഈ 3 വിമാനത്താവളങ്ങളിൽ റെഡ് അലേർട്ട് ഇപ്പോൾ തന്നെ ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ അമൃത്സർ, ശ്രീനഗർ, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല തുടങ്ങിയ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളും രാജസ്ഥാനിലെ ബിക്കാനീർ വിമാനത്താവളത്തിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി, നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സെക്യൂരിറ്റി രാജ്യസുരക്ഷയ്ക്കുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം വിളിച്ചിരിക്കുന്നു. ആ യോഗത്തിൽ BJPയുടെ മന്ത്രിമാർ ഉൾപ്പെടെ NDA ഘടകകക്ഷിയിലെ തെലുങ്കുദേശം, അതേപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ്, അതുപോലെ കർണാടകയിൽ നിന്നുള്ള ജനതാദൾ മന്ത്രി കുമാരസ്വാമി എന്നിവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് ഇപ്പോൾ നടത്തിയ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിയ ആക്രമണം, സൈനിക പ്രത്യാക്രമണം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ക്യാബിനറ്റ് കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി വിശദീകരിക്കും. അതേപോലെ രാഹുൽ ഗാന്ധിയെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ 10ാം നമ്പർ ജനപഥിൽ പോയി സൈന്യം ബ്രീഫ് ചെയ്തിരുന്നു. അതേപോലെ രാജ്നാഥ് സിംഗ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ടെലിഫോണിൽ വിളിച്ച ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഇനി വരേണ്ടത് സ്ഥിരീകരണങ്ങളാണ്. എങ്ങനെ, എപ്പോൾ, എത്ര കേന്ദ്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ സ്ഥിരീകരണങ്ങൾ വരേണ്ട സമയമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. ഇനി സേനയുടെ വാർത്താ സമ്മേളനം, അതിനുശേഷം കേന്ദ്രമന്ത്രിമാരുടെ വിശദീകരണം ഒക്കെ വരുന്ന മുറയ്ക്കാവും നമുക്ക് അതിലൊക്കെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരിക. ഈ ഇന്ത്യക്ക്, രാജ്യത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിവസം, രാജ്യം ഏറ്റവും അഭിമാനം ഉള്ളൊരു ദിവസമാണ് ഇന്ന്. ഭീകരതയ്ക്ക് അതിശക്തമായ മറുപടി ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ മഴ പെയ്യിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം നൽകിയിരിക്കുന്ന ആ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരത് ലാലിലേക്ക് മടങ്ങി വരാം. ശരത്ത്,